Watch full episodes on Jio Hotstar. വേഗം വരൂ വരൂ. പതിലു, എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആ കാർ ഇവിടെ എവിടെയോ ഒരു എയർപോർട്ട് റോഡിലേക്കാണ് പോയിരിക്കുന്നതാണ്. അയ്യോ എന്റെ അമ്മോ, ദേ കിടക്കുന്ന അവന്മാരുടെ കാറ്. വരൂ, വേഗം നമുക്ക് താഴോട്ട് പോകാം. അവരുടെ പുറകെ തന്നെ പോകാം. ഹേ സ്റ്റോപ്പ്, നിങ്ങൾ ഇനി രക്ഷപ്പെടാമെന്ന് കരുതണ്ട. നിങ്ങൾ ഞങ്ങളുടെ കസ്റ്റഡിയിലേക്ക് കഴിഞ്ഞു. ഇതാണ് ഈ കേരളത്തിൽ വെടിവെച്ചാലുള്ള കുഴപ്പം. ഇങ്ങോട്ട് കേറടാ. ആ കാറ് നിർത്തിയിട്ടിരിക്കുകയല്ലേ. അത് മാത്രമല്ല, അതിന്റെ ഡോറെല്ലാം തുറന്നു കിടക്കാണ്. അതിനർത്ഥം എന്താ? അവരിവിടെ എങ്ങും ഇല്ല എന്നല്ലേ? എന്താ അതെന്താണെന്ന് കണ്ടോ? ആൾ ഒഴിഞ്ഞൊരു റൺവേ ആണത്. അതുകൊണ്ട് അവർ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ചെറിയൊരു പ്ലെയിനിൽ കയറി ആയിരിക്കും. വല്യേട്ടാ, താങ്കൾക്ക് ഏതെങ്കിലും ഗാഡ്ജറ്റ് ഉപയോഗിച്ച് ആ സീക്രട്ട് വെപ്പൺ എവിടെയാണെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റില്ലേ? ആ കാര്യം ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. അവരേതെങ്കിലും പ്ലെയിനിലാണ് രക്ഷപ്പെട്ടതെങ്കിൽ ആ പ്ലെയിനിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന പുക ഞാൻ ട്രാക്ക് ചെയ്ത് അവരുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. എടാ മക്കളെ, പിള്ളേരെ, വേഗം വാടാ. അവരാ നോർത്ത് ഡയറക്ഷനിലാണ് പോയിരിക്കുന്നത്. വരൂ, നമുക്ക് വേഗം അവരെ പിന്തുടരാം. ഞാൻ ഇപ്പൊ തന്നെ അവരെ പിടിച്ചിരിക്കും. ഇതെങ്ങോട്ടാ ഈ ഇറങ്ങി ഓടുന്ന ബുദ്ധിയില്ലാത്ത മനുഷ്യ? പ്ലെയിനിനെ ഇങ്ങനെ നടന്നു ഓടിയൊക്കെയാണോ പിന്തുടരുന്നത്? അങ്ങനെയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ അതിന്റെ പിന്നാലെ ഓടേണ്ടി വരില്ലേ? ഇന്റർനാഷണൽ ക്രിമിനൽ സർക്കാരിന് ഇത്തരത്തിലൊരു വീഡിയോ അയച്ചിരിക്കുകയാണ്. 24 മണിക്കൂറിനുള്ളിൽ ഞങ്ങളുടെ കൂട്ടാളി ഡോക്ടർ ടാങ്ക്സിനെ വിട്ടയച്ചിരിക്കണം. മാത്രമല്ല 100 കോടി രൂപയും വിദേശത്തേക്ക് പോകാൻ ഒരു പ്ലെയിനും ഞങ്ങൾക്ക് തന്നിരിക്കണം. ഇതിന് സമ്മതമല്ല എങ്കിൽ രാജ്യം മുഴുവൻ സ്ഫോടനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ സമയം ഇതാ തുടങ്ങിയിരിക്കുകയാണ്. 23 മണിക്കൂർ ഇനിയും ബാക്കിയുണ്ട്. അയാളെ എത്ര പെട്ടെന്ന് വീട്ടിലേക്ക് നമ്മുടെ ഈ രാജ്യം മുഴുവൻ കൂട്ടിച്ചോറാക്കി കളയല്ലോ. ഇനി എന്റെ ഓർഡേഴ്സ് കിട്ടുന്നത് വരെ നിങ്ങളോട് വെയിറ്റ് ചെയ്യൂ. നമ്മൾ ഡൽഹിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ഡോക്ടർ ജട്ക, എന്തെങ്കിലും വിവരം ലഭിച്ചോ? ഓ എന്റെ പൊന്നു മക്കളെ, അവരിവിടെ അടുത്തെവിടെയോ ഉണ്ട് കേട്ടോ. സിഗ്നൽ വളരെ അടുത്തായിട്ടാണ് കാണിക്കുന്നത്. പതിലു, നീ കുറെ നേരമായിട്ട് കാർ ഓടിച്ചോണ്ടിരിക്കല്ലേ? നിനക്ക് നല്ല ക്ഷീണം കാണും. ഇവിടെ മാറിയിരുന്നോ, ഞാൻ ഓടിക്കാനി. താഴെ കൂടെ ഒരു കാറ് പോകുന്നുണ്ടല്ലോ. അവരതിലായിരിക്കും രക്ഷപ്പെടുന്നേ. വേറെ വാഹനങ്ങളൊന്നും അടുത്ത് കാണാനില്ല. എവിടെയോ എനിക്ക് കാണണം, എനിക്ക് കാണണം. നീ കൊച്ചുപിള്ളേരെ പോലെ എത്തി നോക്കാൻ കാറ് മര്യാദ കൊടുക്കുക. എനിക്ക് കാണണം, എനിക്ക് കാണണം. അയ്യോ, ആരെങ്കിലും ഈ കാറൊന്ന് നേരെ ആക്കിക്കേ. ഇതിങ്ങനെ കിടന്ന് കറങ്ങുകയാണല്ലോ. മോട്ടു, നീ കണ്ടോ? നിന്റെ ഓരോ കാട്ടായം കാരണം ആ കാറിന് ദൂരത്തേക്ക് പോയി. നമ്മുടെ കാറിന്റെ ഫ്ലൈങ് മോഡും പ്രശ്നത്തിലായി. ഇനി ബൈ റോഡ് ചേസ് ചെയ്യേണ്ടി വരും അവരെ. വരൂ. വരൂ, നമുക്കിതേ അവിടെ പോയി നിന്ന് 2 ഫോട്ടോ എടുക്കാം. അയ്യോ എന്റെ പൊന്നു മക്കളെ, അവരിവിടെ എവിടെയോ ഉണ്ട് കേട്ടോ. വേഗം വരൂ. വരൂ. ഇവിടെ ഒരു കാണും, നോക്കാം. മോട്ടു, എല്ലായിടത്തും വളരെ ശ്രദ്ധിച്ചു നോക്ക്. എടാ ബാബാ ഗിറ്റാർ, സമ്മതിക്കില്ലടാ. നീയൊക്കെ വെടിയുണ്ടാക്കി മാറ്റിയോടാ.
എടാ. ഇവന്റെ ഇന്ന് ആയുധം പിടിച്ച് വാങ്ങിക്കേ വേഗം. അയ്യോ ഇത് എന്തൊരു കോയിൻസിഡൻസ് ആണ്. ഞാനും ഇവിടെ താങ്കളും ഇവിടെ. കൺഗ്രാറ്റുലേഷൻസ്. ഇത്രയും ഭീകരനായ ഒരു കുറ്റവാളിയെ നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കുകയല്ലേ. പ്ലീസ് അങ്ങനെ തന്നെ ഒന്ന് നിന്നോളെ. ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ പ്ലീസ്. ഒരു ഫോട്ടോ. അങ്ങനെ അങ്ങനെ ഒന്നും കൂടെ ഇങ്ങനെ. ബൈ ബൈ കുത്തുബ് മിനാർ. ഗിറ്റാർ വായിച്ചുകൊണ്ട്. വേണ്ട വേണ്ട, അരുത്. ഞങ്ങളുടെ രാജ്യത്തിന്റെ മോണുമെന്റ് നിനക്കിങ്ങനെ വെറുതെ തകർക്കാൻ പറ്റില്ല. നിന്നോടല്ലേ പറഞ്ഞ നിർത്താൻ. അയ്യോ അയ്യോ, ഇത് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ കുത്തുബ് മിനാറിന് ഇത് എന്ത് പറ്റി? ആരെങ്കിലും പോലീസിനെ വിളിക്കൂ. നോ നോ, വേണ്ട. വെറുതെ വിടില്ല, ഇവരെ ഞാൻ വെറുതെ വിടില്ല. ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്നെ പിന്തുടർന്ന് ഇവിടെ എങ്ങനെ എത്തിയെന്ന്. ഗിറ്റാർ വായിച്ചുകൊണ്ട്. അതിന് ഞങ്ങൾ ഗിറ്റാർ വായിച്ചോണ്ടൊന്നും അല്ല വന്നത്. ഞങ്ങളുടെ ഡോക്ടർ ജാക്കിയുടെ കയ്യിൽ ഗാഡ്ജറ്റ് ഉണ്ട്, അറിയോ? അത് ഉപയോഗിച്ച് നീ എവിടെ പോയാലും ഞങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ വളരെ വലിയൊരു സയന്റിസ്റ്റ് ആണ്, അറിയോ? അത് ശരി, എന്നാ പിന്നെ എനിക്കും അതൊന്ന് കാണണമല്ലോ. അതിനെന്താ ഇവിടെ ഇത് കണ്ടോ? വളരെ നന്നായിട്ടുണ്ട്. നിങ്ങളുടെ പുറകെ വന്നു കഴിഞ്ഞാൽ ഞാൻ നശിപ്പിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് പിന്നെ ഒരിക്കലും നിർമ്മിക്കാൻ പറ്റാത്ത മോണിമെന്റ് ആയിരിക്കും. പിന്നെ അത് കാണാൻ വരുന്നവരുടെ നിര തന്നെ ഇല്ലാണ്ടാകും. മോട്ടുജി, താങ്കൾ എന്ത് ധൈര്യശാലിയാണ്. താങ്കൾ അവനെ പിടികൂടിയില്ലേ? സർ, ഞാൻ ഒരു ചെറിയ ഇന്റർവ്യൂ എടുത്തോട്ടെ പ്ലീസ്. ഇനി ഒരക്ഷരം നിൽക്കരുത്. കണ്ടില്ലേ, കുത്തുബ് മിനാർ ഞങ്ങൾക്ക് രക്ഷിക്കാൻ സാധിച്ചില്ല. നിങ്ങൾ ആ സമയത്ത് ഫോട്ടോ എടുക്കാനായിട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നല്ലോ. വേഗം പൊക്കോ. ഇനി ഞങ്ങൾ പോകുന്ന ഒരു സ്ഥലത്തും നിങ്ങൾ ഞങ്ങളെ പിന്തുടർന്ന് വരരുത്, മനസ്സിലായോ? സോറി സോറി, ഞാനിനി ഒരിക്കലും നിങ്ങളുടെ മുമ്പിൽ വരില്ല. സോറി. ഞാൻ മോട്ടുജിയുടെ ഫാനാണ്, അതുകൊണ്ടാണ് സ്റ്റോറി കവർ ചെയ്യാൻ ആഗ്രഹിച്ചത്. എടാ പത്തിലോ, നീ എന്ത് പണിയായി ചെയ്ത്? ആ പാവത്തിനെ നീ കരയിച്ചു അല്ലേ? ഇനി ഒരു അക്ഷരം മിണ്ടി പോവരുത്. വേഗം ഇവിടുന്ന് പോവാൻ നോക്ക്. എന്ത് ചെയ്യാന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇനിയിപ്പോ നമ്മളെന്താ ചെയ്യാ? നമ്മുടെ ഡോക്ടർ ചട്കയുടെ ഗാഡ്ജറ്റ് ചാവട്ടി പൊട്ടിച്ച് കളഞ്ഞില്ലേ? ഏതായാലും ഡോക്ടർ ചട്ക ഫ്ലൈങ് മോഡ് ഓണാക്കിയത് വളരെ നന്നായി. അതുകൊണ്ട് അവരെ പിന്തുടർന്ന് എളുപ്പം പോയി നമുക്ക് പിടിക്കാം. ഓ, നമ്മൾ എത്ര നേരമായിട്ട് അവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഇനി അടുത്ത സ്ഫോടനം നടത്താൻ പോകുന്ന സ്ഥലം ഏതായിരിക്കും? അവൻ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്? പിന്നീട് ഒരിക്കലും നിർമ്മിക്കാൻ സാധിക്കാത്ത ഒരു മോണുമെന്റ് എന്നല്ലേ പറഞ്ഞത്? അത് മാത്രമല്ല, അത് കാണാൻ ഒരുപാട് ആളുകൾ തടിച്ചുകൂടാറുണ്ട് എന്നും പറഞ്ഞില്ലേ? ആലോചിക്കേ, അവൻ അത്തരം ഒരു മോണുമെന്റിലേക്കാ പോകുന്നേ. വീണ്ടും നിർമ്മിക്കാൻ സാധിക്കാത്ത ഒന്ന്. അത് മാത്രമല്ല, അത് കാണാനായി ഒരുപാട് ആളുകൾ തടിച്ചു കൂടുന്ന സ്ഥലം. ഒന്ന് പെട്ടെന്ന് ആലോചിക്ക്, ഏതായിരിക്കും ആ മോണുമെന്റ്? 19 മണിക്കൂർ കൂടി ഇനി ബാക്കിയുള്ളൂ. ഒന്ന് ആലോചിക്കുമോട്ടോ. പത്തിലോ, താജ്മഹൽ എങ്ങാനും ഡൽഹിയിലായിരുന്നെങ്കിൽ അവൻ ആദ്യം അത് നശിപ്പിച്ചേനെ. ഏതായാലും അത് ആഗ്രയിലായത് നന്നായി. ഡൽഹിയിൽ പിന്നെ വേറെ എന്താ ഉള്ളത്? താജ്മഹൽ തന്നെയാണ് ആ മോണുമെന്റ്. അത് ഒരിക്കൽ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതുപോലെ ഒന്നും നിർമ്മിക്കാൻ സാധിക്കില്ല. മാത്രമല്ല, അത് കാണാനായി ലോകത്തിന്റെ പല ഭാഗത്ത് നിന്ന് ആളുകൾ വരാറുണ്ട്. അത് തന്നെ അവന്റെ ലക്ഷ്യം. വരൂ, എത്രയും പെട്ടെന്ന് നമുക്ക് ആഗ്രയിലേക്ക് എത്താം. ഡോക്ടർ സുബ്രഹ്മണ്യത്തെ എത്രയും പെട്ടെന്ന് വിവരം അറിയിക്കണം. Watch India's largest kids library only on Jio Hotstar. Download the app now.